പുതുതായി നിർമ്മിച്ച AKG സെൻ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. ഇന്ന് ഏപ്രിൽ 23. വിശേഷ ദിവസങ്ങൾ നോക്കിയാൽ ഇന്ന് ലോക പുസ്തക ദിനമാണ്. മറ്റൊന്ന് ഷേക്സ്പിയറുടെ ചരമദിനമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കിടയിൽ ജീവൻ വെടിയേണ്ടി വന്ന രക്തസാക്ഷികളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടതാണ് കേരളം രക്തസാക്ഷികൾ. 1948 ഏപ്രിൽ 23 അവിടുത്തെ വെടിവെപ്പിൽ സഖാവ് പുന്നക്കോടൻ കുഞ്ഞമ്പു രക്തസാക്ഷിയാകുന്നത്. ഇതെല്ലാമാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകതകളെല്ലാം ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടി വെച്ചത്. ഞങ്ങളിപ്പോൾ ഇരുന്നാലോചിക്കുമ്പോൾ ഏതാണ് സൗകര്യമുള്ളൊരു തീയതിയെന്ന് നോക്കി അന്നേ നിശ്ചയിച്ച പരിപാടികൾ കിടക്കുന്നുണ്ട്. ഇന്നലെ വയനാട്ടിലൊരു പരിപാടിയാണ്, നാളെ പത്തനംതിട്ടയിൽ പരിപാടിയാണ്. എന്നാൽ പിന്നെ ഇന്ന് ഒഴിവുണ്ടല്ലോ, ഇന്ന് ആയിക്കൂടെ എന്ന് ആലോചിച്ചു. അങ്ങനെ ഇന്ന് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അത് നേരത്തെ ഗോവിന്ദ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഏതോ മൂലക്ക് ഈ ദിനത്തിൻ്റെ എന്തോ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് അത് പഞ്ചാംഗം നോക്കി കണ്ടുപിടിച്ചിട്ടാണ് ഈ ആഫീസ് ഉദ്ഘാടനം ഈ തീയതിക്ക് വെച്ചത് എന്ന് കണ്ടുപിടിച്ച അവരുടെ ഗവേഷണ ബുദ്ധിക്ക് മുന്നിൽ നീണ്ടൊരു നമസ്കാരം നമുക്ക് കൊടുക്കാം. പക്ഷെ അതൊന്നും യേശുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതെങ്കിലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു. ഇവിടെ AKG സെൻ്റർ പുതുതായി നിർമ്മിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യം വിശദമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സഖാവ് AK ബാലനും സഖാവ് ഗോവിന്ദ മാസ്റ്ററും അത് വിശദമാക്കി കഴിഞ്ഞു. ഇനി വീണ്ടും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇത്തരമൊരു പുതിയ സൗകര്യം വേണം എന്ന് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം ആണ് ഈ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയുള്ള സ്ഥലമാണ്. കാരണം ഞങ്ങളവിടെ തൊട്ടടുത്താണല്ലോ കുറേ കാലം താമസിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന പലരും അതിൻ്റെ തൊട്ടാണല്ലോ. പക്ഷെ ആ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്ന ധാരണ ആദ്യം അദ്ദേഹത്തിനാണ് ഉണ്ടാകുന്നത്.